പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ അടുത്ത 3 സീസണുകളിലെ തീയതികൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. IPLന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 വർഷങ്ങളിലെ ടൂർണമെന്റുകളുടെ തീയതികൾ ഇത്രയും നേരത്തെ ഒരുമിച്ച് തീരുമാനിക്കുന്നത്. IPL 2025 സീസൺ വരുന്ന മാർച്ച് 14-ന് ആരംഭിക്കും. ഫൈനൽ മെയ് 25-നാണ്. 3 സീസണുകളിലെ തീയതികൾ സംബന്ധിച്ച് 10 ഫ്രാഞ്ചൈസികൾക്കും IPL അധികൃതർ ഔദ്യോഗിക കത്ത് അയച്ചതായി ESPN ക്രിക്ക് ഇൻഫോ ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. IPLന്റെ ആവേശകരമായ 18ാം സീസണാണ് 2025-ൽ അരങ്ങേറുന്നത്. ഇതിന് മുന്നോടിയായുള്ള മെഗാ താരലേലം മറ്റന്നാൾ ആരംഭിക്കാനിരിക്കെയാണ് ടൂർണമെന്റിന്റെ തീയതികൾ പുറത്തു വന്നത്. നവംബർ 24 ഞായർ, 25 തിങ്കൾ ദിവസങ്ങളിൽ ജിദ്ദയിലാണ് താരലേലം. ഇത് 2ാം തവണയാണ് രാജ്യത്തിന് പുറത്ത് IPL ലേലം നടക്കുന്നത്. IPL 2026 സീസൺ മാർച്ച് 15 മുതൽ ആരംഭിച്ച് മെയ് 31 വരെ ആയിരിക്കും. 2027-ലെ IPL മാർച്ച് 14 മുതൽ മെയ് 30 വരെ നടക്കും. IPL 2025-ൽ 74 മത്സരങ്ങളാണുള്ളത്. കഴിഞ്ഞ സീസണിലെ മത്സരങ്ങളുടെ അതേ എണ്ണം വരുന്ന സീസണുകളിലും തുടരാനാണ് തീരുമാനം. നേരത്തെ BCCI നിശ്ചയിച്ചിരുന്ന മത്സരങ്ങളേക്കാൾ 10 എണ്ണം ഇത്തവണയും കുറവാണ്. 2022-ൽ IPL 2023 മുതൽ 2027 വരെയുള്ള വർഷങ്ങളിലെ മാധ്യമ സംപ്രേഷണ അവകാശം വിൽക്കുന്ന സമയത്താണ് മത്സരങ്ങളുടെ എണ്ണം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. മാധ്യമ അവകാശ ലേലത്തിനുള്ള ടെൻഡറിൽ IPL 2023 മുതൽ 2024 വരെ 74 മത്സരങ്ങൾ വീതവും 2025-ലും 26-ലും 84 മത്സരങ്ങളും നടക്കുമെന്ന് BCCI സൂചിപ്പിച്ചിരുന്നു. 2027 സീസണിൽ 94 മത്സരങ്ങൾ ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരുന്നത്. അടുത്ത ഞായറാഴ്ച ആരംഭിക്കുന്ന IPL 2025 ലേലത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 574 കളിക്കാരാണ് വിൽപ്പനയ്ക്ക് വരിക. 10 ഫ്രാഞ്ചൈസികളിലായി 206 കളിക്കാരെയാണ് ഇനി തെരഞ്ഞെടുക്കാനുള്ളത്. ടീമുകൾ നിലനിർത്തുന്ന കളിക്കാർക്ക് പുറമെയാണിത്. റിട്ടൻഷൻ താരങ്ങളുടെ പട്ടിക ഫ്രാഞ്ചൈസികൾ നേരത്തെ IPL അധികൃതർക്ക് കൈമാറിയിരുന്നു. ഋഷഭ് പന്ത്, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ജോസ് ബട്ട്ലർ തുടങ്ങിയ താരങ്ങൾ ലേലത്തിലുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക ലഭിക്കാൻ പോകുന്ന ഇന്ത്യൻ താരം ഋഷഭ് പന്ത് ആയിരിക്കുമെന്നാണ് പല ക്രിക്കറ്റ് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായിരുന്ന പന്തിനെ ഇക്കുറി ലേലത്തിന് മുൻപ് അവർ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ക്യാപ്റ്റൻസി മികവുകളും ഉള്ളതിനാൽ പുതിയ ക്യാപ്റ്റനെ ആവശ്യമുള്ള ടീമുകൾ പന്തിനായി ശക്തമായ ലേലം വിളി നടത്തും. IPL ചരിത്രത്തിലെ എക്കാലത്തെയും വിലപിടിപ്പുള്ള താരമായി പന്ത് മാറിയാലും അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ IPL സീസണിൽ 13 കളികളിൽ 446 റൺസ് എടുത്ത പന്ത് IPLന്റെ മൊത്തം 111 കളികളിൽ 3283 റൺസാണ് നേടിയത്. അതുകൊണ്ട് തന്നെ താരത്തിന് 20 കോടിക്ക് മുകളിൽ വരെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു ഇന്ത്യൻ താരം KL രാഹുലാണ്. ഋഷഭ് പന്തിനെ പോലെ ക്യാപ്റ്റൻസി മികവുള്ള കളിക്കാരനായതിനാൽ രാഹുലിന്റെ വില ലേലത്തിൽ കുതിച്ചുയരും. കഴിഞ്ഞ 3 സീസണുകളിലും ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായിരുന്നു രാഹുൽ. ഇത്തവണ മെഗാ ലേലത്തിന് മുൻപ് അവർ അദ്ദേഹത്തെ ടീമിൽ നിന്ന് റിലീസ് ചെയ്തു. കഴിഞ്ഞ സീസണിൽ ലക്നൌവിനായി 14 കളികളിൽ 520 റൺസ് നേടിയ രാഹുൽ IPLൽ ആകെ 132 കളികളിൽ 4683 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്.